എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ഇവിടെ കൊണ്ടുവന്ന് തുണി ഇങ്ങനെ ഇടല്ലേന്ന് കൊണ്ടിട്ടേക്കുന്ന കണ്ടില്ലേ? തുണിയെല്ലാം കൂടെ അലക്കാൻ പിറക്കി കൊണ്ടുപോകണല്ലോ. അലക്കാൻ കൊണ്ടുപോവാ. അയ്യോ, എന്റെ സാരിയൊക്കെ ഇതിനകത്ത് കിടക്കുന്നത്. അമ്മ ഇങ്ങനെ ഞാൻ ഞായറാഴ്ച ഒരുമിച്ച് അലക്കിക്കോളാം. വേണ്ടെന്നേ, ഞാൻ അലക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അമ്മ ഇങ്ങനെ സമ്മതിക്കായിരിക്കല്ലേ എല്ലാത്തിനും. തൂത്ത് വരാൻ ചൂലെടുത്ത് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. കനകത്തിന്റെ അടുത്ത് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ അവളും ഒന്നിനും സമ്മതിക്കത്തില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വല്ല അസുഖം വരും കേട്ടോ. അതൊന്നും കുഴപ്പമില്ലെന്നേ. ഞാനേ പടവലത്തായിരുന്ന സമയത്തേ എത്ര വയ്യായെങ്കിലും എല്ലു മുറിയെ പണിയെടുക്കും. ആ പണിയെടുക്കുമ്പോ കിട്ടുന്ന ഉന്മേഷവും ആരോഗ്യം ഉണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാ. സത്യം. അല്ല, ലച്ചു എന്തേ? ലച്ചുവിനെ ഇവിടെ കണ്ടില്ലല്ലോ. അവൾ ഏതോ കൂട്ടുകാരന്റെ അടുത്ത് പോയേക്കുവാ. സീതാമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ലച്ചു ചേച്ചി മടിയെല്ലാം മാറി അടുക്കള കയറി പണിയെടുക്കുന്നുണ്ട്. ലച്ചു ചേച്ചി പണിയൊക്കെ എടുക്കുന്നുണ്ട്, നമ്മുടെ മടി കൂടി. ഈയിടെയായിട്ട് പഠിക്കുന്നൊന്നും കാണുന്നില്ല. അത് ശരിയാണല്ലോ. ഞാനിവിടെ വന്നതിന് ശേഷം പാറക്കുട്ടി പഠിക്കുന്ന കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ എന്റെ നേരെ തിരിഞ്ഞാ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിലോട്ട് വാ. റൂട്ട് മാറിപ്പോവല്ലേ? റൂട്ടൊന്നും മാറിപ്പോവത്തില്ല. അല്ല, അമ്മ അടുക്കളയിലോട്ട് കണ്ടില്ലല്ലോ. അതെനിക്ക് രാവിലെ കുറച്ച് തേങ്ങയുടെ റബ്ബറിന്റെ ഒക്കെ കണക്ക് നോക്കാനുണ്ടായിരുന്നു. ഞാനിന്ന് അടുക്കളയിൽ കയറി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കറിക്ക്. കറിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടോ? അയ്യോ, എന്നാ പിന്നെ ഞാൻ അങ്ങ് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ക്യാബേജ് അരിഞ്ഞായിരുന്നോ? ക്യാബേജ് എന്റെ കൈ തന്നിട്ട് നീ പുറകിലോട്ട് പോയിട്ട് പിന്നെ കണ്ടില്ലല്ലോ. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അല്ല, നീ എവിടെ പോയി അത് പറ. ഞാൻ പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഊഞ്ഞാലെ ഇരുന്ന് ഫോൺ നോക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. അപ്പൊ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എന്നിട്ട് എന്ത് വിളിക്കാഞ്ഞേ? വെറുതെ എന്തിനാ നിങ്ങളെ ഞാൻ വിളിക്കുന്നേ? അപ്പൊ അച്ഛനും അമ്മയെ തപ്പ നടക്കുമായിരുന്നല്ലേ? ഇവിടെ ഉൾക്കൊണ്ടായിരുന്നോ? എന്തിന്? നമുക്ക് അകത്തോട്ട് പോവാം. അല്ല അല്ല, നീ പോവല്ലേ? എന്താണ്? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാ ഇപ്പൊ സംസാരിക്കാനുള്ളേ? കുഴപ്പമില്ലാത്ത പണി നടക്കുകയാണല്ലോ, അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പോവല്ലേ? വാ. തൽക്കാലം ഇപ്പൊ ഡിസ്കസ് ചെയ്യണ്ട, മോളിങ് തന്നെ വാ. എന്താണ് BA മലയാളം റാങ്ക് ഹോൾഡർ ചായ കുച്ചാണോ? എനിക്ക് ചായ കുടിച്ചൂടെ? ചായ കുച്ചിക്കോ, അത് വെക്കാനല്ല ഞാൻ വന്നത്. എന്താണ് നിന്റെ ഉദ്ദേശം? ചായ കുടിക്കണം. എടാ, ജീവിതത്തെ പറ്റിയിട്ടുള്ള ഉദ്ദേശം തുടർ പഠനമാണോ അതോ അമ്മ പറയുന്ന പോലെ കാള കളിച്ച് നടക്കാനാണോ ഉദ്ദേശിക്കുന്നേ? ചേട്ടൻ കാളേനെ നമുക്ക് പടലത്തോട്ട് പറഞ്ഞയക്കണം, എന്നിട്ട് പറമ്പ് കളയ്ക്കണം. കിളക്കി ഞാൻ രണ്ടുപേരുടെ ഹാസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറങ്ങും കാര്യം പറയടാ. ഇനി ഞാൻ ഇനി അടുത്ത പഠിക്കാൻ പോണെന്ന് പറഞ്ഞാൽ ME മലയാളം. ഒന്നെങ്കിൽ MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കും, 2 വർഷത്തെ കോഴ്സ്, അറിയാലോ. പിന്നെ അതിന്റെ ഇടയ്ക്കാലത്ത് കുറച്ച് കൃഷിയും പടവലത്ത് ഞാൻ ഇറക്കും. അത് വേണ്ട. നീ BA പഠിച്ചിരുന്നപ്പോ കുറെ അടക്കാലത്ത് കൃഷി ഇറക്കിയതാണ്, നമ്മൾ ആരും ഒന്നും കണ്ടില്ല. അതുകൊണ്ട് MA പഠിക്കുവാണെങ്കിൽ MA അങ്ങ് പഠിച്ചാ മതി, കൃഷി ഇറക്കല്ലേ. சீதாம்மா, உங்க போன் அடிக்குது. ഹലോ സീതുസേ. ഓഹോ, നീ അടുക്കളയിലായിരുന്നല്ലേ? അതെ. നിനക്ക് എന്നോടിപ്പോ സംസാരിക്കാൻ സമയമില്ലല്ലോ, നീ ഒന്നിങ്ങോട്ട് വാ. ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ശരി എന്നാ, ഓക്കെ. അല്ല, ഞാൻ നമ്മളിവിടെ നമ്മളെ പറഞ്ഞോണ്ടിരുന്ന കാര്യം, അതായത് പടവലത്തെ കാര്യം നീ നല്ല ചോദിച്ചോണ്ടിരുന്നേ. പടവലത്ത് ഇപ്പൊ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നോക്കണം ആരാ? ഞാനാ. പിന്നെ മോൻ കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യും. അയ്യോ പിന്നെ, കേശു ഭയങ്കര കൃഷിക്കാരനല്ലേ. ആദ്യം പടവലത്തായിരുന്നു കൃഷി, പക്ഷെ അവിടെ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടാതായപ്പോഴത്തേക്കും നൈസായിട്ട് കേശുമോൻ ചേച്ചി ഹൗസിങ് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ വന്നൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ലെന്നേ വരുമാനം. ഇപ്പൊ പടവലത്ത് നിന്ന് കിട്ടുന്ന പൈസക്കകത്ത് ഒരു പങ്ക് അമ്മമ്മ കേശുവിന് കൊടുക്കാറുണ്ട്.
പിന്നെ കള്ളത്തരം കാണിച്ച് കുറച്ച് പൈസ ഇസ്കിട്ടും ഉണ്ടായിരടി. என்ன சொன்னாலும் படவலத்துல எல்லா விஷயமும் பாத்துக்கிறது நம்ம கேசுதான். ആ പക്ഷേ അത് അംഗീകരിച്ചു തരാൻ ഇവിടെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആരാ? കുഴപ്പമില്ലാത്ത വീടിനടുത്തുള്ളത്. ഹലോ. സീതുസേ, ആ പറഞ്ഞോളൂ. നീയേ അവരുടെ ഇടയിൽ നിന്നൊന്നും മാറിയുന്നേ. എനിക്കൊന്ന് സംസാരിക്കണം നിന്നോട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ, ഞാൻ ഈ മാവിന്റെ വീട്ടിലുണ്ട്. ചക്കയല്ലേ? മാവെന്ന് പറഞ്ഞപ്പോ ചക്കെന്നാ. ഒരു 3 എടുത്ത് വെച്ചേക്ക് കേട്ടോ. ഇടി, എനിക്ക് നിന്നോട് സംസാരിക്കണോന്ന്. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തോളാം. ജനാർദ്ദന ചേട്ടനെ വിളിച്ചോ. ഇടി, ഞാനല്ലേ നിന്നോട് സംസാരിക്കണത്. ശരി എന്നാ. വെക്കല്ലേ. ഹലോ. കുറെ നേരമായല്ലോ. അല്ല ചക്കേ, അല്ല ചക്കയോ? അല്ല ഈ ചക്ക 2-3 ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീട്ടിലെ ചേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച ചെല്ലുമ്പോഴത്തേക്കിന് എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചത്. ആ അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? കൃഷിയുടെ കാര്യം. എന്ത് എന്ത് പറയുമ്പോ? അല്ല പടവലത്ത് പോണ കേസ്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള പടവിൽ പോവാം. ஆமா ரொம்ப நாளாச்சு நம்ம படவலம் போயிட்டு. ആ പറഞ്ഞല്ലോ, സീതാ പോയി. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എല്ലാരും കൂടെ പടവലത്ത് പോയിട്ടില്ലല്ലോ. ഇല്ല പോയിട്ടില്ല. അങ്ങനെ ചെയ്യാം. ഹലോ. സീതുസേ, ആ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നോ? നീയേ അധികം കിടന്ന ആളാവല്ലേ. എനിക്കങ്ങ് ദേഷ്യം വന്നാലുണ്ടല്ല, ഞാനങ്ങ് കുഴിപ്പള്ളത്തേക്ക് പോവും. അതിനെന്താ, പൊയ്ക്കോ. നീ ഇല്ലാതെ ഞാനവിടെ 3 ദിവസം വരെ നിൽക്കും. ഒരാഴ്ച വരെ പറ്റത്തില്ലേ? എന്നെ ദേഷ്യപ്പെടുത്തല്ലേ. ശരി, ഞാനേ കുറച്ച് തിരക്കാം. ശരി എന്നാ ആയിക്കോട്ടെ. കട്ട് ചെയ്ത്. വെരി അൺറൊമാൻറ്റിക് ഭാര്യ. കഷ്ടം. അല്ല, നേരത്തെ ചക്കയുടെ കാര്യം പറഞ്ഞ് വിളിച്ചില്ലായിരുന്നോ? അപ്പൊ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു ഞാനേ. അല്ല, നമ്മൾ ഒരാഴ്ച കഴിയുമല്ലോ അങ്ങോട്ട് ചെല്ലാൻ. ചക്ക ചീത്തയായി പോരുതല്ലോ. അതായത് ഞാൻ പറഞ്ഞു തന്നിരുന്നു വെച്ചാല്, ഇപ്പൊ ഞാൻ പടവലത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് ഉമേഷ് ചേട്ടന്റെ കക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിനും കൂടെ വേണ്ടി അവൻ കക്കുന്നു.